പ്രിയ സുഹൃത്തുക്കളെ, ഈ ക്രിസ്മസ് ദിനമായ ഇന്ന് ഞാൻ ഈ രാത്രി 11 മണി കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നതിൻ്റെ കാര്യം, ചെങ്ങന്നൂർ ഓഗസ്റ്റ് 15-ാം തീയതി ചെങ്ങന്നൂരിനെ വിഴുങ്ങിയ പ്രളയവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആളുകളുടെ സഹായ അഭ്യർത്ഥനകൾ, സഹായ സഹകരണങ്ങൾ ചെങ്ങന്നൂരിനുണ്ടായി. സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ എല്ലാ ആളുകളും പ്രളയത്തെ നേരിടുവാനുള്ള കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനുവരി 1-ാം തീയതി വനിതാ മതിലുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ചെങ്ങന്നൂരിൽ സന്നദ്ധ സംഘടനകൾ ഒരുപാട് ആളുകൾ സഹായഹസ്തമായി എത്തി. എന്നാൽ നിങ്ങൾ നോക്കൂ, ഈ ചെങ്ങന്നൂരിൽ ക്രിസ്ത്യൻ കോളേജിന് മുമ്പിൽ, ഗിരിദീപ് ഓഡിറ്റോറിയത്തിന് മുമ്പിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പുതിയ വസ്ത്രങ്ങൾ, പുത്തൻ ഡ്രസ്സുകൾ, സ്ത്രീകൾ ഉപയോഗിക്കുന്ന പുത്തൻ ഡ്രസ്സുകൾ, നാപ്കിനുകൾ, ചുരിദാർ മെറ്റീരിയൽ, പുതിയ ഐറ്റംസ് ചെങ്ങന്നൂർ ഈ ഗിരിദീപത്തിന് മുമ്പിൽ ഒരു ടാർപ്പായിട്ട് മൂടി മഴ നനഞ്ഞ് വെയിൽ കൊണ്ട് നശിച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഇതെല്ലാം പുതിയ ഡ്രസ്സസാണ്. ഒരു വസ്ത്രമില്ലാതെ, സ്വന്തം ഉടുതുണിയില്ലാതെ പ്രളയത്തിൻ്റെ സമയത്ത് ജീവനെ പേടിച്ചിറങ്ങിയ ആളുകൾക്കാണ് ഇത് കൊടുക്കാതെ ഈ സാഹചര്യം ഉണ്ടായത്. ഇതെല്ലാം പുതിയ വസ്ത്രങ്ങളാണ്. പുതിയ വസ്ത്രങ്ങൾ കിടന്ന് നശിച്ചു പോവാണ്. ഇത് ഒന്നല്ല, രണ്ടല്ല, ലക്ഷങ്ങൾ വില മതിക്കുന്ന വസ്ത്രങ്ങൾ, കോടികൾ വില മതിക്കുന്ന വസ്ത്രങ്ങൾ ഗിരിദീപ് ഓഡിറ്റോറിയത്തിലും നിങ്ങൾക്ക് നേരിട്ട് വന്നാൽ കാണാൻ സാധിക്കും. നിങ്ങൾ അങ്ങോട്ട് നോക്കും, ഇവിടെ മൊത്തവും പുതിയ വസ്ത്രങ്ങൾ. ഇതെല്ലാം പുതിയ വസ്ത്രങ്ങളാണ്, അല്ലാതെ ആരും ഉപയോഗിച്ച വസ്ത്രങ്ങളോ ഒന്നുമല്ല. ഇതെല്ലാം പുതിയ വസ്ത്രങ്ങളാണ്. ഇട്ടുപോലും അഴിക്കാത്ത ചുരിദാർ ഐറ്റംസ്, സ്ത്രീകളുടെ നാപ്കിൻസ്, സ്ത്രീകളുടെ ഡ്രസ്സസ്, പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ, എല്ലാം പുതിയ വസ്ത്രങ്ങൾ കിടന്ന് നശിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൂടെയാണ് 50 കോടി രൂപ മുടക്കി വനിതാ മതിലും മറ്റു കാര്യങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. രാത്രി 11:30 സമയം. ഈ 11:30 സമയത്ത് ഇങ്ങനെയുള്ള ഇവിടെ കിടന്ന് നശിച്ചു പോകുന്ന കാര്യങ്ങൾ ഇവർ മൂടി വെച്ച് എന്നെ അറിയിച്ചത് എൻ്റെ സഹപ്രവർത്തകരാണ്. ഞാൻ രാത്രി 11:30 തന്നെ ഇവിടെ എത്തിയാണ്. നിങ്ങൾ നോക്കൂ, ഇതൊരു പുതിയ ബണ്ടിൽ ചാക്കാണ്. ഈ ചാക്ക് ഞാൻ പൊട്ടിച്ച് നിങ്ങളെ കാണിക്കാം. പുത്തൻ ഡ്രസ്സസാണ്, പുത്തൻ ഡ്രസ്സസ് കണ്ടോ? ഇന്ന് നോക്കൂ, പൊട്ടിച്ചിട്ടില്ല, പൊട്ടിക്കാത്ത വസ്ത്രങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. ഒരാളും ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളാണ്. ഏതോ ഒരു കമ്പനിക്കാർ അറിയിച്ചാണ്. ചെങ്ങന്നൂരിലെ ജനപ്രതിനിധി, തഹസീൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വത്തിൽ വന്ന സാധനങ്ങളാണിത്. ഇത് ചെങ്ങന്നൂരിൽ വേറെങ്ങുമല്ല, ഗിരിദീപ് എന്ന ഓഡിറ്റോറിയത്തിന് മുമ്പിലാണ്. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിനടുത്ത ഗിരിദീപ് ഓഡിറ്റോറിയത്തിന് മുമ്പിലാണ് ഇത് ലക്ഷങ്ങളുടെ, കോടികൾ വിലമതിക്കുന്ന വസ്ത്രങ്ങളും സ്ത്രീകളുടെ നാപ്കിൻസും തുടങ്ങിയ സാധനങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് ഈ വനിതാ മതിലും മറ്റു കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുന്ന, കഷ്ടത അനുഭവിക്കുന്ന, വീടില്ലാതെ മറ്റ് സാഹചര്യങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ജനപ്രതിനിധികളോടും ഉദ്യോഗസ്ഥരോടും നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.